ദൈവം തമ്പുരാൻ്റെ കാര്യം എന്ത് കുർബാന എനിക്ക് കിട്ടിയെന്നറിയോ? ഇതിപ്പോൾ ഒരു സന്തോഷം എനിക്കില്ല. പ്രാർത്ഥനാ സത്യാഗ്രഹം അരുവത്രപ്പള്ളി പ്രഖ്യാപിച്ചു. ആ പ്രാർത്ഥനാ സത്യാഗ്രഹം പ്രഖ്യാപിച്ച ഒരു ഗുണം കിട്ടി. പക്ഷേ വെള്ളിയാഴ്ച എല്ലാ പള്ളിയിലും വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പള്ളിക്ക് പ്രാർത്ഥനാ സത്യാഗ്രഹം വെച്ചാണ് പുള്ളിക്ക് സുബുദ്ധിയും നല്ല ബുദ്ധിയും ഉണ്ടാകാൻ വേണ്ടി ഈ കുർബാനയ്ക്കിടയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ ഈ പലാരൂപതകളിലെ എല്ലാ പള്ളിയിലും ഇങ്ങനെ വിളിച്ചു പറയോടി ദൈവം തമ്പുരാൻ്റെ കാര്യം എന്ത് കുർബാന എനിക്ക് കിട്ടിയെന്നറിയോ? ഇതിപ്പോൾ ഒരു സന്തോഷം എനിക്കില്ല. അത് നന്നായെന്ന് ഞാൻ പറഞ്ഞു. അവർ സത്യാഗ്രഹിക്കാൻ തീരുമാനിച്ച് മാറുന്നില്ല ഞാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ചർച്ച തുടങ്ങി. 4 മണിയായിട്ടും ചർച്ച ചെയ്തത് ഞാൻ സമ്മതിക്കില്ല, അഡ്മിറ്റ് കൊടുക്കാതെ. അരുവത്രപ്പള്ളി 4 മണി കുർബാനുണ്ട്. ആ കുർബാന നീട്ടി വെച്ചിരിക്കുക പ്രഖ്യാപിക്കാൻ. അപ്പോൾ അവസാനം ചർച്ച ചെയ്ത് കടക്കൻ്റെ മുടിയിലാണ് ചർച്ച, കൈക്കാരന്മാരുടെ ചർച്ച ചെയ്ത് അവസാനം തൊമ്മൻ സാറ് പച്ച മഷിക്ക് എഗ്രിമെൻ്റ് എഴുതി തന്നു. മേലിൽ അരുവത്ര ഇടയുള്ള എല്ലാവർക്കും മാനേജരോട് അഡ്മിഷൻ കൊടുത്തുള്ള അന്ന് എഗ്രിമെൻ്റ് എഴുതി വികാരിച്ച് ഒപ്പിട്ട് തൊമ്മൻ സാർ എടുത്ത് തന്ന് അങ്ങനെ ആ സമരം തീർത്തു. ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുക, പാലാ DYSP ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾ സമരം ചെയ്യുന്നു. ഞാൻ നീ താനാരാ? എനിക്ക് മനസ്സിലായില്ല. DYSP തനിക്കെന്നാ കാര്യം? നീ ഇവിടെ കോളേജിൽ പിള്ളേരെ പഠിപ്പിക്കുക, എന്നെ പഠിപ്പിക്കരുത്. എറണാകുളത്ത് പോലീസുകാർ സ്ഥിരം അടിവെക്കുക എൻ്റെ പണി, എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ സമരം ചെയ്യുന്നുണ്ട്, ഇയാൾക്കെന്നാ കാര്യം? ഞാൻ ചെയ്യും. അതൊക്കെ മനസ്സിലായി ഇതോട് ചിലവാകണം. അങ്ങനെ അന്നേരം സ്ഥലം വിട്ട് അരമനയിൽ ചെന്ന് നടക്കാനെന്ന് പറഞ്ഞു. ഉടനെ അവിടെ നിന്ന് ആൾ വിട്ടു ചെല്ലാൻ പറഞ്ഞു. ഞാനും വണ്ടിക്കറ്റ് അഗസ്റ്റ്യൻ സേവർ എന്ന് പറയും എൻ്റെ അടുത്താണ്. ഞങ്ങൾ അരമനയിൽ ചെന്ന് അന്ന് വൈരിപ്പിതാവ്, നല്ല പിതാവട്ടോ, നല്ല മനുഷ്യൻ, നല്ല മനുഷ്യൻ. നീ പള്ളിയിൽ സത്യാഗ്രഹം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് സൗകര്യം ഉണ്ടായിട്ടാണ്. മനസ്സിലായില്ലേ? നോട്ടീസ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, പിന്നെ പറയേണ്ട കാര്യം? ഇങ്ങനെയാണോ അങ്ങനെ സംസാരിക്കുന്നുള്ളൂ? മര്യാദയ്ക്ക് സംസാരിക്കുന്നുള്ളൂ. പിതാവ് എന്ന നിലയിൽ സ്റ്റുഡൻസ് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റിനോടാണ് ചെയർമാനോട് സംസാരിക്കുന്നതെങ്കിൽ ആ മുറിലോട്ട് കയറിയിട്ട് ഞാനും വന്നിരിക്കാം, സംസാരിക്കാം. അതല്ല ഈ വരാന്ത വെച്ച് സംസാരിക്കാനാവണമെന്ന് എൻ്റെ അടുത്ത് ചിലവാകലെന്ന് പറഞ്ഞു. പിതാവിന് മനസ്സിലായി എൻ്റെ അടുത്ത് വേല ചിലവാകണം. എന്നാൽ നീ പൊക്കോളാം, എന്നാൽ ഞങ്ങൾ പോവുകയെന്ന് പറഞ്ഞ് പോരുകയും ചെയ്തു. പിതാവായിട്ട് അന്ന് ഇച്ചിരി മോശമായിട്ട് ഞങ്ങളൊക്കെ സംസാരിക്കേണ്ടി വന്നു. ഈ ദുഃഖം ഉണ്ടായി പിതാവിടെ അത്രയും പറഞ്ഞു തരും. കാരണം ഇത്രയും നല്ലൊരു പിതാവ് ലോകത്തുണ്ടായിട്ടെന്ന് വിശ്വസിക്കുന്ന ആളായി.